യെസ്, എ സജീവനുണ്ട്. വിനോദ് ഒന്ന് തുടരുക. എ സജീവനുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ എ സജീവൻ, പൊതുവിൽ തൃശ്ശൂരെ വലിയ വിജയമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് അവകാശപ്പെടാൻ, അത് എൻ്റെ നേട്ടമായി സുരേന്ദ്രൻ അവകാശപ്പെടാം. സ്വാഭാവികമായി അദ്ദേഹം തന്നെ തുടരുമോ എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ തുടർന്നാൽ സംസ്ഥാന BJP-യിൽ വലിയ സംഘടനാ പ്രതിസന്ധി ഉണ്ടാവും എന്ന തരത്തിലേക്ക് ചില നേതാക്കൾ നിലപാടെടുത്തു എന്നതാണ് സൂചനകൾ. ചിലയിടങ്ങളിൽ അത് പരസ്യമായി പ്രതിഷേധം എന്ന രീതിയിലേക്കൊക്കെ മറ്റു തരത്തിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. സുരേന്ദ്രൻ തുടരാതിരിക്കാനുള്ള സാഹചര്യത്തിനാണോ ഇപ്പോൾ കൂടുതൽ സാധ്യത കാണാൻ കഴിയുക? താങ്കൾ പറഞ്ഞ തൃശ്ശൂരിലെ വിജയം അത് വെച്ചുകൊണ്ട് തന്നെ പറയാം. കാരണം തൃശ്ശൂരിൽ വിജയം എന്ന് പറയുന്നത് BJP-യുടെ നേട്ടമായിട്ട് നമുക്ക് ആർക്കും കണക്കാക്കാൻ പറ്റില്ല. അവിടെ സംഭവിച്ചിട്ടുള്ളത് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ വലിയ പരാജയമാണ്. പ്രത്യേകിച്ച് UDF-ന് കോൺഗ്രസിനകത്തുള്ള കുറെ പ്രശ്നങ്ങളാണ് അവിടെ BJP ജയിക്കുന്നതിന് കാരണമായി തീർന്നത്. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ BJP-ക്ക് നിയമസഭയിലേക്കാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും ഒക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് ഇപ്പോൾ കേരളം മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് 5% മുതൽ ഒരു 6%, 7%, 8% ഒക്കെ ആയിരുന്നു ഓരോ മണ്ഡലത്തിലും BJP-ക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ. അവിടെ നിന്ന് വളരെ വലിയൊരു കുതിപ്പിലേക്ക് BJP-ക്ക് ഇപ്പൊ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നേട്ടമാക്കി മാറ്റാൻ തൃശ്ശൂരിലേത് മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞാൽ, പഴയ നിയമത്തിന്റെ കാര്യവും മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞാൽ, ഈ ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും അവർക്ക് അത് ജയം കിട്ടാതെ പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയനായിട്ടുള്ള നേതാവ് ആ പാർട്ടിയെ നയിക്കാൻ ഇല്ലാതായതാണ്. നമുക്കറിയാം, പണ്ട് BJP-ക്ക് കാര്യമായിട്ടുള്ള അടിത്തറയില്ലാതെ, കേരളത്തിൽ അടിത്തറയില്ലാത്ത കാലത്ത്, ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു സാധ്യതയെക്കുറിച്ചുള്ള നേരിയ സൂചന പോലും ഇല്ലാതിരുന്ന കാലത്ത് കേരളത്തിൽ വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു, KG മാരാര്. KG മാരാര് ഒരുപക്ഷെ കേരളം കണ്ട ജനകീയ നേതാക്കന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അത്രയധികം ജനകീയത എല്ലാ വിഭാഗക്കാരോടും, എല്ലാ ആളും, BJP-ക്കാരോടും മാത്രമല്ല എല്ലാവരോടും വളരെയധികം സൗഹൃദത്തോടുകൂടി പോയിരുന്ന ഒരാളാണ്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ താല്പര്യം കാണിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നേതാവ് ഇപ്പോൾ BJP-ക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും BJP-ക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിൽ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നേരത്തെ മുരളീധരനാണെങ്കിലും കൃഷ്ണദാസ് ആണെങ്കിലും ഇപ്പൊ സുരേന്ദ്രനാണെങ്കിലും ഒക്കെ അവിടേക്ക് പോയില്ല. അവർ തങ്ങളുടെ പാർട്ടിക്ക് അധികാരം കിട്ടണമെന്നതിനേക്കാൾ തങ്ങൾക്ക് അധീശത്വം കിട്ടണമെന്ന രീതിയിലേക്ക് പോയതിന്റെ ഒരു ഫലമായിട്ടാണ് പലപ്പോഴും സ്വന്തം പാർട്ടിയിലെ പല നേതാക്കന്മാരെയും വെട്ടിവീഴ്ത്തുന്നതിനെ കുറിച്ചുള്ള ചിന്ത മാത്രം ഉണ്ടായിരുന്നുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. ഇനി ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ സുരേന്ദ്രനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു കാര്യം, അതായത് ഈ മുമ്പും ഇതുപോലെ സംഘടനാതലത്തിൽ വലിയ തർക്കമുണ്ടായപ്പോഴാണ് കുമ്മനം രാജശേഖരനെ അപ്രതീക്ഷിതമായി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ആ പരീക്ഷണം വിജയകരമായിരുന്നില്ല എന്നതാണ് പിന്നീട് നടത്തിയ വിലയിരുത്തൽ. സ്വാഭാവികമായും അങ്ങനെ പുതിയൊരാളെ, ഇപ്പോൾ നിലവിൽ ചർച്ചകളിലില്ലാത്ത ഒരാളെ കൊണ്ടുവരാനുള്ള സാധ്യത ഇനി BJP-യിൽ കാണാൻ കഴിയുന്നുണ്ടോ? അത്ര സാധ്യതയുണ്ടോ? കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ പോലെ സംസ്ഥാനത്ത് സംഘടനാതലത്തിൽ അത്ര സജീവമല്ലാത്ത ചില പേരുകളൊക്കെ ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട്. കുമ്മനത്തിന്റെ കാര്യത്തിൽ ഇതാണ്. കുമ്മനം വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട സാരഥിയായിരുന്നു. RSS നേതാവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് BJP-യുടെ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് അത്രയധികം വശമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ജനകീയ നേതാവുമായിരുന്നില്ല. കുമ്മനത്തെയൊക്കെ നമ്മൾ പിന്നീട് അറിയുന്ന VHP-യുടെ നേതാവ് എന്നുള്ളതിനല്ലാതെ പിന്നീട് പൊതുജനം അറിയുന്നു. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്ക് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാന്നൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ജനകീയത എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അത് ആ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. കുറെ കൂടി ജനകീയത ഉണ്ടായിരുന്ന ഒരാളാണ് ശ്രീധരൻപിള്ള. പക്ഷെ അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും BJP-ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അദ്ദേഹം പല മുസ്ലിം സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ട് പരീക്ഷിച്ചു. അത് അവര് മുസ്ലിങ്ങളിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത ആളുകളായിരുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അത് ശരിക്കും വേണ്ടത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഞാനതാണ് KG മാരാരെ കുറിച്ച് പറഞ്ഞത്. KG മാരാരെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളാണ് വേണ്ടി. ഇപ്പൊ പറഞ്ഞപ്പോ പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം. രാജീവ് ചന്ദ്രശേഖരന് ഈ ജനകീയത എന്ന് പറഞ്ഞല്ല, അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ജനങ്ങൾക്കിടയിലേക്ക്, BJP പ്രവർത്തകർക്കിടയിലേക്ക് മാത്രമല്ല, BJP-യുടെ വോട്ട് മാത്രമല്ല, അതിനപ്പുറത്തെ വോട്ട് കൂടി നേടിയെടുക്കാവുന്ന ജനകീയത രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.